ഈ വഴിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സിൽ പോകുമ്പോൾ മാത്രമേ ഈ റൂട്ട് പോകാൻ പറ്റത്തുള്ളൂ. റൂംസ് ഒരു വരയാണ് കാണുന്നുണ്ടോ? ബസ്സിനെ വട്ടം വെച്ച് നിർത്തി കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഈ ബസ് നമ്മൾ പോകുന്ന വഴിക്ക് മെയിനായിട്ട് എന്തെങ്കിലും വ്യൂ പോയിന്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? രാത്രി തിരിച്ച് മലക്കപ്പാറയെന്ന് ചാലക്കുടിയിലോട്ട് എത്ര മണി വരെ ബസ്സുണ്ട്? ഒരു ചായക്ക് 12 രൂപ. ഉയരം കൂടുന്തോറും ചായയുടെ വിലയും കൂടുമല്ലേ? ഇപ്പോൾ ഓർഡർ ചെയ്തേ ഉള്ളൂ. എടുക്കണോ? വണ്ടി എടുക്കണോ? ഈ മലയോര മേഖലകളിലോട്ടൊക്കെ പോകുന്ന ബസ് മിക്കതും ലൈലൻഡിൻ്റെ എഞ്ചിനായിരിക്കും. എന്തായിരിക്കും അത്? ഒരാൾക്ക് 50 രൂപ ടിക്കറ്റ്. ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമല്ലേ ഇടയ്ക്ക് നിർത്തത്തുള്ളൂ. അങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരാൻ പറ്റിയൊരു ട്രിപ്പിലോട്ട് നമ്മൾ പോകുന്നു. ഒരാൾക്കപ്പം 102 രൂപ ടിക്കറ്റ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും കണ്ടക്ടർ വന്നിട്ട് എഴുന്നേക്കാൻ പറയും. നമ്മുടെ സ്ഫടികത്തിലെ പാട്ടുണ്ടല്ലോ, ഹലോ. അപ്പോഴേ ഇപ്പം നമ്മൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡിലാണ്. അതുകൊണ്ടല്ലേ ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡായത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് മലക്കപ്പാറയ്ക്കൊരു ട്രിപ്പുണ്ട്. KSRTC ബസ്സിലൊരു ട്രിപ്പുണ്ട്. ട്രിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഉല്ലാസയാത്രയൊന്നും അല്ല. ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയിലോട്ടൊരു സർവീസുണ്ട്, ബസ് സർവീസുണ്ട്. അതാണ്ടല്ലേ ഇങ്ങനത്തെ ഒരു വെള്ള ബസ്. അപ്പോൾ ഇതേ കണക്കത്തെ ബസ്സിനകത്ത് നമുക്ക് മലക്കപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം വരെ പോകാം. ഫുള്ള് കാട്ടിക്കൂടെയുള്ള യാത്രയാണ്. അപ്പം എൻ്റെ കൂടെ വേറൊരു ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ട്. ഇതവിടെ ഇരിപ്പുണ്ട്. പ്രവാസിയാട്ടാ, ഗൾഫിൽ നിന്ന് വന്നതാ. ഹേ മാൻ, ഓ നിന്നെ പരിചയപ്പെടുത്താൻ വേണ്ടി പോയപ്പോഴത്തേക്കും തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തല്ലോ. നമ്മുടെ ഫ്രണ്ടാട്ടാ, റെൻസി സെബാസ്റ്റ്യൻ. ഗൾഫിലെവിടായിരുന്നു? ഖത്തർ. ഇത് മാസ്ക് ഒന്ന് മാറ്റി മുഖം ഒന്ന് കാണിക്കേ. നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന വീഡിയോക്കകത്ത് ആദ്യമായിട്ടല്ലേ വരുന്നത്? അപ്പോഴേ മലക്കപ്പാറ ബസ് വരും. അതിൽ കയറി നമുക്ക് മലക്കപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാം. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിങ്ങോട്ട് വന്ന എങ്ങനെയാണെന്ന് പറയാം. വന്നത് ഞങ്ങൾ കൊല്ലത്തുനിന്നാണ് വന്നത്. കൊല്ലത്തുനിന്ന് രാത്രി 12 മണിക്കൊരു ട്രെയിനുണ്ട്. അത് രാവിലെ ഒരു 5 മണിയാകുമ്പോഴത്തേക്കും ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലെത്തും. റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊരു 2 കിലോമീറ്ററേ ഉള്ളൂ KSRTC ബസ് സ്റ്റാൻഡിലോട്ട്. ഇങ്ങോട്ട് വരാൻ ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ. ഓട്ടോ വിളിച്ച് വരാൻ 50 രൂപ ഉള്ളൂ ചാർജ്. അങ്ങനെ ഞങ്ങൾ ഓട്ടോ വിളിച്ച് വന്നതാ. അങ്ങനെ പിന്നെ ഇവിടെ ബസ് സ്റ്റാൻഡിൽ തന്നെ നല്ല ടോയ്ലറ്റും സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല നീറ്റായിട്ടുള്ള ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഹോട്ടലുണ്ട്, നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഫ്രഷായിട്ട് ഹോട്ടലിൽ പോയി ഫുഡും കഴിച്ചിട്ട് ഇവിടെ വന്നിങ്ങനെ വെയിറ്റ് ചെയ്യുക. ബസ് ഇപ്പോൾ ഇവിടെ വരും, അതിൽ കയറി നമുക്ക് വിടാം. അങ്ങനെ ട്രെയിനിൻ്റെ ചാർജ് പറയാം. ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്തുനിന്ന് രാത്രി 12 മണിക്ക് എടുക്കുമെന്ന് പറഞ്ഞില്ലേ, രാവിലെ 5 മണിക്കെത്തും. ഒരാൾക്ക് 145 രൂപ സ്ലീപ്പറിലെ ടിക്കറ്റ്. സുഖമായിട്ട് നല്ല കിടന്ന് ഉറങ്ങി വിശാലമായിട്ട് വരാം. അങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരാൻ പറ്റിയൊരു ട്രിപ്പിലോട്ട് നമ്മൾ പോകുന്നത് കേട്ടോ. അങ്ങനെ ഒരു ട്രിപ്പാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ആയിരിക്കും ആ ബസ് വരുന്നത്. നമുക്ക് പോകാനുള്ള ബസ് ഇവിടെ ആയിരിക്കും വരുന്നതെന്ന് എൻ്റെ ഒരു വിശ്വാസം. മലക്കപ്പാറ വണ്ടി ഇവിടെ ഒതുക്കുമെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ മലക്കപ്പാറയ്ക്ക് വന്ന ബസ് ഇതാ. അയ്യോ ഫ്രണ്ടിൽ ആൾ കയറിയെന്ന് തോന്നുന്നു കേട്ടോ. ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റ് പിടിക്കാമെന്ന് വിചാരിച്ചിരുന്നേ, പക്ഷേ അതിന് കിട്ടത്തില്ലെന്ന് തോന്നുന്നു. ആൾ ബാഗൊക്കെ എടുത്ത് വെച്ചതോ പണിപ്പാളി. ഏറ്റവും ഫ്രണ്ട് ഇരുന്നായിരുന്നെങ്കിൽ നല്ല കിടിലായിട്ട് വ്യൂ ഒക്കെ കണ്ടുപോയിരുന്നു. ഇവിടെ ഒരു ആനയുടെ സിമ്പൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ ഓക്കെ. പാട്ടൊക്കെ ഉണ്ടോ? സ്പീക്കറൊക്കെ വെച്ചിരിക്കുന്നല്ലോ. ഇവിടെ വരുന്നവരെ ഒരു കാര്യം ശ്രദ്ധിക്കണം. അത് ആദ്യമേ അങ്ങ് പറയുക. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബസ്സിൻ്റെ ഏറ്റവും ഫ്രണ്ടിലത്തെ ഒരു സിംഗിൾ സീറ്റുണ്ട്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടക്ടറിനുള്ളതാണ്. ഈ ബസ് കാട് കയറി കഴിയുമ്പോഴത്തേക്കും കണ്ടക്ടർ ഏറ്റവും ഫ്രണ്ടിൽ വന്നിരിക്കും. അതുകൊണ്ട് വരുന്നവർ മിക്ക ആൾക്കാരും ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റ് പിടിക്കാനായിരിക്കും നോക്കുന്നത്, ഫ്രണ്ടിലത്തെ ആ സിംഗിൾ സീറ്റ്. പക്ഷേ അത് ഇരുന്ന് കഴിഞ്ഞാൽ പണി പാളും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും കണ്ടക്ടർ വന്നിട്ട് എഴുന്നേക്കാൻ പറയും. സഹായിക്കട്ടെ എല്ലാവരും. ടിക്കറ്റാണ് 70 ലക്ഷം കേട്ടോ. നമ്മുടെ ബസ് എടുത്ത് കേട്ടോ, മലക്കപ്പാറയ്ക്കുള്ള ബസ് എടുത്ത് യൂട്യൂബാ. നമ്മുടെ ലൈലൻഡ് വണ്ടിയിൽ പോവുക. പണ്ടത്തെ ടൈപ്പ് പഴയ ഗിയർ ഉണ്ടല്ലോ, ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന. ഇതാ കണ്ടില്ലേ, 204 രൂപ ടിക്കറ്റ്, ഒരാൾക്ക് 102 രൂപ. ഒരു ബ്രോയെ പരിചയപ്പെട്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്ന, ചെന്നൈയിൽ നിന്ന് വന്ന, ആതിരപ്പള്ളിയൊക്കെ കാണാൻ വേണ്ടി വന്ന. പേരെങ്ങനെ? അരവിന്ദ്.
അരവിന്ദ് എന്ന ബ്രോയുടെ പേര്. ബ്രോയ്ക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം എത്താറായി. ആതിരപ്പള്ളിയുടെ ടിക്കറ്റ് കൗണ്ടർ എത്താറായി. ഈ കയറ്റം അങ്ങോട്ട് കയറുമ്പോഴത്തേക്കും ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ്. ആതിരപ്പള്ളിയുടെ ബസ് സ്റ്റോപ്പ് എത്തി. ആതിരപ്പള്ളി വൈകുന്നേരം ഒന്ന് ഓണായി വരത്തുള്ളൂ. ഇപ്പം സമയം രാവിലെ 9:15 ഉള്ളൂ. ഇതുവഴിയാണ് മുകളിലോട്ട് പോകുന്നത്. ഒരാൾക്ക് 50 രൂപ ടിക്കറ്റ്. സമയം എഴുതി വെച്ചിട്ടുണ്ട് 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ. മല്ലു ട്രാവലർ പറയത്തില്ലേ ആൾട്ടോ പോലെ ഉണ്ടെന്ന്, ഒരാൾട്ടോ പോലെ ഉണ്ടെന്ന്. ഒരാൾട്ടോ പോകുന്നത് യഥാർത്ഥത്തിൽ കറക്റ്റ് ബസ്സിന് പോകാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റ് വീതി കേട്ടോ. വേറൊരു വണ്ടി ഫ്രണ്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒന്ന് റിവേഴ്സ് എടുത്ത് സൈഡിലോട്ട് അങ്ങനെ ഒതുക്കേണ്ടി വരും. അയ്യോ ബ്രേക്ക് പിടിച്ച്. വേറെ വണ്ടിയൊക്കെ ഓപ്പോസിറ്റ് വരുമോ? അങ്ങനെ വലിയ ബസ്സൊക്കെ വരുമല്ലേ? അപ്പോൾ എങ്ങനെയാ സൈഡിലോട്ട് റിവേഴ്സ് പോകുമോ? ആ, ഗ്യാപ്പില്ലാത്ത സ്ഥലമാണെങ്കിൽ റിവേഴ്സ് പോയാൽ പറ്റത്തുള്ളൂ അല്ലേ? KSRTC ബസ്സിൻ്റെ ടൈമിംഗ് ഒക്കെ ഓപ്പോസിറ്റ് വരാത്ത കണക്കായിരിക്കുമല്ലോ അല്ലേ? ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമല്ലേ ഇടയ്ക്ക് നിർത്തത്തുള്ളൂ കഴിക്കാൻ വേണ്ടിയിട്ട്? അല്ലാത്ത ദിവസങ്ങളിൽ ഒറ്റ ട്രിപ്പായിട്ട് പോകത്തല്ലേ ഉള്ളൂ അല്ലേ? അതൊരു പുതിയ ഇൻഫർമേഷനാണ്. സാധാരണ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഞായറാഴ്ച ദിവസങ്ങളിലെ കാര്യം അവർ പറയുന്നില്ല. അവർ ഞായറാഴ്ച വന്നിട്ടായിരിക്കും ഫുഡ് കഴിക്കാൻ കയറുന്നതൊക്കെ കാണിക്കുന്നതല്ലേ? അപ്പം നിങ്ങൾ KSRTC ബസ്സിനകത്ത് മലക്കപ്പാറ പോകാൻ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ വന്നാൽ മാത്രമേ ഇടയ്ക്ക് ഹാൾട്ടിംഗ് ഉള്ളൂ, ഇടയ്ക്ക് നിർത്തത്തുള്ളൂ കഴിക്കാനൊക്കെ. അല്ലാത്ത ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഒറ്റ ട്രിപ്പായിട്ട് നേരെ മലക്കപ്പാറയിലോട്ട് പോകത്തതേ ഉള്ളൂ. ഇടയ്ക്ക് സ്റ്റോപ്പൊന്നുമില്ല. സ്റ്റോപ്പുണ്ട്, ആൾക്കാരെ കയറ്റാനും ഇറക്കാനും സ്റ്റോപ്പുണ്ട്, അല്ലാതെ ഫുഡ് കഴിക്കാനോ ടോയ്ലറ്റിൽ പോകാനോ അങ്ങനെയൊന്നും സ്റ്റോപ്പൊന്നുമില്ല. ഇവിടെ എന്താ ചായ പിടിക്കാൻ വേണ്ടി നിർത്തിയാ? 10 മിനിറ്റ് നിർത്തും അല്ലേ? ഞായറാഴ്ച ദിവസങ്ങളാണെങ്കിൽ എത്ര ദിവസം നിർത്തും? അല്ല, എത്ര മണിക്കൂർ നിർത്തും? ഞായറാഴ്ച ദിവസം അത് ചാർട്ട് ചെയ്ത് വരണ വണ്ടിയല്ലേ. ഓ അവിടെ ഓ ഓ അപ്പം ഞായറാഴ്ച ദിവസങ്ങളിൽ കുറച്ച് സമയം കൂടുതൽ നിൽക്കും അല്ലേ? ഓ, ഇന്ന് 10 മിനിറ്റേ ഉള്ളു. ചായ പിടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുക. 10 മിനിറ്റ് നിർത്തിയിരിക്കുക. നമ്മൾ വന്ന ബസ് ഞായറാഴ്ച ദിവസങ്ങളിലേ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ ഒരുപാട് നേരം നിൽക്കുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ കുറച്ച് നേരമേ ഉള്ളൂ. ജസ്റ്റ് ഒരു ചായ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം മാത്രമേ ഉള്ളൂ. ഈ സ്ഥലത്തിൻ്റെ പേര് പുളിയിലപ്പാറ. പുളിയിലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു 10 മിനിറ്റ് നിർത്തും. നമുക്ക് ചായ കുടിക്കണമെങ്കിൽ ചായ കുടിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ സ്നാക്സും എല്ലാം കഴിക്കണമെങ്കിൽ കഴിക്കാം. ഇവിടെ വാഴക്കാപ്പൊക്കെ ഇരിപ്പുണ്ട്. പഴംപൊരി, ഞങ്ങളുടെ അവിടെ വാഴക്കാപ്പെന്നാണ് പറയുന്നത്. വെയിലടിച്ച് റിഫ്ലക്ഷനായിട്ട് കിടക്കുമോ വെള്ള വണ്ടി. വന്യമൃഗം പുലിക്കുട്ടി ഡേ. ഹലോ, എക്സ്ക്യൂസ് മീ. നോക്കുന്നു. ഒരു ആനയൊന്നും കണ്ടാൽ കൊള്ളായിരുന്നു. വഴി തടസ്സപ്പെട്ടാലും വേണ്ടില്ല, അങ്ങോട്ട് പോകാൻ പറ്റിയില്ലെങ്കിലും ബസ്സിൻ്റെ കുറുകെ കയറി നിന്നാലും കുഴപ്പമില്ല. ഒരു ആനയെ കണ്ടായിരുന്നെങ്കിൽ സമാധാനമായന. ഇതുവഴി പോകുമ്പോഴത്തേക്ക് ആനയെ കാണുമെന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ ആന അതാ കിടക്കുന്നത്. ആന വണ്ടി അശോക് ലൈലൻഡിൻ്റെ എൻജിനാണ്. അതായത് നോക്കേ, അശോക് ലൈലൻഡ് ഓരോന്നിനും ഓരോ കളറ് പെയിൻറ് ചെയ്തിരിക്കുക. ASH കണ്ടില്ലേ? ദാണ്ട് ഇവിടെ ഒരു ആനയുണ്ട്. KSRTC ഫാൻസി ചെയ്തിരിക്കുന്ന പരിപാടി കേട്ടോ ഇതെല്ലാം, ഈ വർക്കുകളെല്ലാം. സാധാരണ ബസ്സിന് ഇങ്ങനത്തെ ഈ കാറിനുള്ള കണക്കത്തെ ഗ്രില്ല് കാണത്തില്ല. ലൈലൻഡിൻ്റെ ലോഗോ. ഈ മലയോര മേഖലകളിലോട്ടൊക്കെ പോകുന്ന ബസ് മിക്കതും ലൈലൻഡിൻ്റെ എൻജിനായിരിക്കും. എന്തായിരിക്കും അത്? വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ മലയോര മേഖലകളിലോട്ടൊക്കെ പോകുന്ന ബസ് ഇത്രയും ലെങ്ത് കാണത്തില്ല. ഇവിടെ വെച്ച് ഇങ്ങനെ മുറിച്ചിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പക്ഷേ ഇത് ഫുള്ളായിട്ടൊരു വലിയ ബസ് തന്നെ ഉണ്ട് കേട്ടോ. ചായ മേടിച്ചപ്പോഴത്തേക്കും വണ്ടി എടുക്കാൻ പോകാൻ തോന്നല്ലോ. ഇപ്പോൾ എടുക്കുവാണോ? ചായ ഇപ്പോൾ ഓർഡർ ചെയ്തേ ഉള്ളൂ. എടുക്കുവാണോ? വണ്ടി എടുക്കുവാണോ? വണ്ടിക്കകത്തോട്ട് കയറാം. ചായ ഉണ്ട്. ഒരാൾ വരാനുണ്ടോ? ഒരാളും കൂടെ വരാനുണ്ട്. അപ്പോഴത്തേക്ക് ആ സമയം കൊണ്ട് നമുക്ക് ചായ പിടിക്കാം. ഈ സമയത്ത് ചായ കുടിയൊന്നും ശീലമല്ല. പിന്നെ ഇവിടെ ഇങ്ങനെ വണ്ടി നിർത്തിയപ്പോഴത്തേക്കും ഒന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോഴത്തേക്കും ഇത്രയും ചായ ബാക്കിയിരിക്കുന്നത് നല്ല ചൂടുകൊണ്ട് അങ്ങനെ കുടിക്കും. ഒരു ചായക്ക് 12 രൂപ. ഉയരം കൂടുന്തോറും ചായയുടെ വിലയും കൂടുമല്ലേ? ഇവിടെ നിന്ന് ഇനി വലുതായിട്ട് അങ്ങനെ ആരും കയറത്തില്ലല്ലേ? ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് വലുതായിട്ട് തിരക്ക് കാണത്തില്ലല്ലോ. ആ, കിടിലം ഫീൽ കേട്ടോ. കിടിലം ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫീല്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ KSRTC ബസ്സിൻ്റെ ഏറ്റവും ഫ്രണ്ടിലത്തെ സിംഗിൾ സീറ്റ് ഉണ്ടല്ലോ, അവിടെ ഇരുന്നുള്ള വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സാധാരണ ടൗണിൽ കൂടെ പോകുമ്പോഴത്തേക്കും തന്നെ ഒരു പക്ക ഫീൽ അവിടെ ഇരിക്കാൻ. അപ്പം ഇങ്ങനത്തെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്തൂടെ പോകുമ്പോഴത്തേക്കുള്ള ഫീൽ പറയണ്ടല്ലോ.
വരുന്ന വഴിക്ക് കുറച്ച് നാടൻ പോത്തിനെ കണ്ടു കേട്ടോ, നാടൻ പോത്ത്. ഒരു KSRTC ബസ് ഇപ്പം ഓപ്പോസിറ്റ് വരാൻ സമയമായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ വെച്ചിട്ടാണെങ്കിൽ സൈഡ് കൊടുക്കാൻ സ്ഥലമുണ്ടല്ലേ. അതാ വരുന്നുണ്ട്, ഓപ്പോസിറ്റ് ഒരു KSRTC ബസ് വരുന്നുണ്ട്. നമ്മൾ ഇടത്തോട്ട് ഒതുക്കി, ഇവിടെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. ചാലക്കുടിക്ക് പോകുന്ന ബസ്സാണ്. പോകുന്ന വഴിക്ക് ആന വല്ലതും കാണാൻ പറ്റുമോ? ഭാഗ്യമുണ്ടായി കാണാം അല്ലേ. രാത്രി ആയിരിക്കും അല്ലേ കൂടുതലും ഇറങ്ങുന്ന. പ്രൈവറ്റ് ബസ് വരെ ഉണ്ട്. പ്രൈവറ്റ് ബസ് റൂട്ടല്ലേ ഇത്? 2 ബസ്സേ ഉള്ളു. അതെങ്ങോട്ട് പോകുന്നത്? വാൽപ്പാറയാണോ? വാൽപ്പാറ അല്ലേ. നമ്മുടെ കേരള വണ്ടിയാണോ അതോ തമിഴ്നാട് വണ്ടിയോ? കേരള വണ്ടി. ഇപ്പം ഇവിടെ നിന്ന് നമ്മൾ രാവിലെ 7:50 എടുക്കുന്ന വണ്ടി വാൽപ്പാറയിൽ 3 മണിക്കൂർ കൊണ്ട് എത്തും അല്ലേ. മലക്കപ്പാറ 3 മണിക്കൂറുണ്ട്. 4 മണിക്കൂർ വേണം. 4 മണിക്കൂർ കൊണ്ട് എത്തും. പിന്നെ അവിടെ നിന്ന് വാൽപ്പാറ പോകാൻ ബസ്സുണ്ടോ? KSRTC ഉണ്ടോ? ഇല്ലില്ല, തമിഴ്നാട് ബസ്സുണ്ടല്ലേ. ഓ, രാത്രി തിരിച്ച് മലക്കപ്പാറയിൽ നിന്ന് ചാലക്കുടിയിലോട്ട് എത്ര മണി വരെ ബസ്സുണ്ട് രാത്രി? ഏറ്റവും ലാസ്റ്റ് ബസ് എത്ര മണിക്കാണ്? 5:45. ഓക്കെ, 5:10 അല്ലേ. 5:10 അപ്പോൾ അവിടെ നിന്ന് എടുക്കുന്ന വണ്ടി ഇവിടെ 9 മണിയാകുമ്പോൾ എത്തും ചാലക്കുടി അല്ലേ. 8:45 എത്തും. ഓക്കെ. ഇതാ ഒരു പ്രൈവറ്റ് ബസ്. ഇത് നമ്മുടെ ചാലക്കുടി വാൽപ്പാറ പോകുന്ന പ്രൈവറ്റ് ബസ്സാണ്. കിടിലം ബസ്സാണല്ലോ. കളർഫുള്ളായിട്ടുള്ള ബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സൈഡിൽ വെയിലടിച്ചാലും കുഴപ്പമില്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഒരു സൈഡിൽ വെയിലാണെങ്കിൽ ഷട്ടർ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണക്കത്തെ മരങ്ങളുടെ ഷെയ്ഡ് കിട്ടും. അതുകൊണ്ട് വെയിലൊന്നും ഒരു പ്രശ്നമേ അല്ല. പിന്നെ വെയിലടിച്ചാലും നമുക്ക് ഒരു വെയിലായിട്ട് തോന്നുന്നതുമില്ല. കാര്യം നല്ല ഒരു തണുത്ത അന്തരീക്ഷമാണ്. നമ്മുടെ സ്ഫടികത്തിലെ പാട്ടുണ്ടല്ലോ, ആന മേഞ്ഞിട്ട് പോയ സ്ഥലങ്ങളാട്ടോ ഇതൊക്കെ. ആന കഴിക്കുന്ന ഈറ്റ എന്ന് പറഞ്ഞ സാധനമാണ് അത്. അവിടെ നിൽക്കുന്ന ഇടുങ്ങിയ പാലം. ഓക്കെ, ഒരു ബസ് കഷ്ടിച്ചേ പോകത്തുള്ളൂ. ഈ ബസ്സിൻ്റെ അതേ പെയിൻറ് തന്നെ അതിനകത്ത് ആ സൈഡിലത്തെ കൈവരിയിലും ഉള്ളത്. ലൈലൻഡിൻ്റെ എഞ്ചിൻ്റെ സൗണ്ട് അടിപൊളിയാണ്. ഈ ഗിയർ ബോക്സിൻ്റെ അടുത്തിരുന്ന് കേൾക്കാൻ ഒരു പ്രത്യേക ഫീലാവും. നമ്മളിരിക്കുന്ന മണിയുടെ അടുത്താട്ടോ. ടിങ് അടിക്കുമ്പോൾ അപ്പോഴേ കേൾക്കാം. ഇതൊക്കെ ഇവിടെ ഉള്ള ആൾക്കാരാണ്. ഈ ബസ്സിൽ കൂടുതലായിട്ടും ആൾക്കാർ ഈ മലക്കപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്, ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് വരുന്നവർ കൂടുതലായിട്ടും ഉള്ളത്. വളഞ്ഞിട്ട് നിർത്തി ബസ്സിനെ വട്ടം വെച്ച് നിർത്തി കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഈ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ടുള്ളവരാ. ഒരാൾ ഈ ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ വണ്ടി പാടാം. നമ്മളെ ടൗണിലെ കണക്കൊന്നും അല്ലല്ലോ. അങ്ങനെ ആ പുള്ളി അതിനകത്തോട്ട് കയറി ചേസിങ് ആയിരുന്നായിരിക്കും, കിടിലമായിരുന്നായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവഴി കൂടെ ബസ്സിൽ പോകുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഫീൽ തന്നെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാറിലോ ബൈക്കിലോ പോട്ടെ, നമ്മളിപ്പോൾ ഒരു ട്രാവലർ വിളിച്ചോ അല്ലെങ്കിൽ ടാക്സി വിളിച്ചോ അങ്ങനെയൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ തന്നെയും ഇങ്ങനത്തെ ഒരു വിജനമായിട്ടുള്ള സ്ഥലത്തൂടെ പോകും. പക്ഷെ നമ്മളൊരു KSRTC ബസ്, നോർമലായിട്ട് ആൾക്കാർ സഞ്ചരിക്കുന്ന ഒരു KSRTC ബസ് ഇതേ കണക്കത് വിജനമായിട്ടുള്ള വഴി കൂടെ പോകുന്നത് ഒരു വെറൈറ്റി ആട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെ, ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം തന്നെ. അത് നിങ്ങളിവിടെ വന്ന് ഈ ബസ്സിനകത്ത് ട്രാവൽ ചെയ്യുമ്പോഴേ ആ ഒരു ഫീൽ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. കാര്യം ഈ നിങ്ങൾ ഈ വീഡിയോ കൂടെ കാണുമ്പോഴത്തേക്കും കാടും മേടും പച്ചപ്പും ഹരിതാപവും ഒക്കെ കാണത്തുള്ളൂ. പക്ഷേ ഒരു KSRTC ബസ് ഇങ്ങനത്തെ വിജനമായിട്ടുള്ള വഴി കൂടെ ഓപ്പോസിറ്റ് സൈഡ് വാഹനങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ഇത്രയും വിജനമായിട്ടുള്ള വഴി. സാധാരണ ഈ കാട് ഏരിയയിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കേ പൊതുവേ നമ്മൾ കാണുന്നത് റബ്ബർ എസ്റ്റേറ്റും ഒക്കെ ആയിരിക്കും. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടും കാട് തന്നെ കേട്ടോ, ഫുള്ള് കാട് തന്നെ. നമ്മൾ പോകുന്ന വഴിക്ക് മെയിനായിട്ട് എന്തെങ്കിലും വ്യൂ പോയിന്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഷോളർ ഡാം അല്ലേ? ഷോളയർ ഡാം. അതോ അവിടെ കാണുന്ന ഷോളയർ ഡാം ആട്ടോ അത്. അത് തമിഴ്നാടിൻ്റെ ഏരിയ അല്ലേ ഷോളയർ ഡാം? കേരള. ഓക്കെ. അല്ല, ഷോളയർ ഡാം എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ അല്ലേ? അത് വേറെ ഷോളയർ, ഇത് വേറെ അല്ലേ? ഇത് കേരളത്തിലെ ഷോളയറാ ഈ കാണുന്നത്. അപ്പുറത്ത് വേറെ തമിഴ്നാടിൻ്റെ ഷോളയറുണ്ട്. ഇതിപ്പം നമ്മൾ നിൽക്കുന്ന കേരളത്തിൻ്റെ ഷോളയർ ഡാം. അതോ അങ്ങ് ദൂരെ കാണാം, അങ്ങ് കാണുന്നുണ്ട്, ഒരു വരയാണ് കാണുന്നുണ്ട്, അതാ ഷോളയർ ഡാം. കൊള്ളാം, അടിപൊളി വ്യൂ. ഇത് ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് ബസ് നിർത്തി തന്നെയാ. പക്ക
ഓക്കെ ഓക്കെ. ഇവിടെയൊക്കെ വണ്ടി നിർത്തിയിട്ട് ആൾക്കാർ നോക്കുന്ന സ്ഥലമാണ്. നല്ലൊരു വ്യൂ പോയിന്റ് അവിടെ. ഇതല്ലേ KSCBയുടെ അകത്തൂടെ കയറുന്നെന്ന് പറയുന്നത് ഷോളയാർ. ബസ്സിൽ പോകുമ്പോഴല്ലേ ഇത് വഴി പോകാൻ പറ്റത്തുള്ളൂ. ബസ്സിൽ പോകുമ്പോഴല്ലേ ഈ റൂട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ കാറും ബൈക്കൊന്നും കയറ്റി വിടത്തില്ലല്ലോ. അതെ, ഈ വഴിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സിൽ പോകുമ്പോൾ മാത്രമേ ഈ റൂട്ട് പോകാൻ പറ്റത്തുള്ളൂ. കാറ് ബൈക്ക് അങ്ങനെ വരുന്നവർക്ക് ആർക്കും ഇതുവഴി പ്രവേശനമില്ല. ബസ്സിന് ഇതിനകത്തൂടെ പോകണമെന്നൊരു റൂളുണ്ട്. അപ്പോൾ KSRTC ബസ്സിന് മാത്രമേ ഈ വഴി കൂടെ പ്രവേശനമുള്ളൂ. ചില ആൾക്കാർ പറയും ബൈക്കിലോ കാറിലോ വന്നെങ്കിലേ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും പോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ അങ്ങനല്ല. KSRTC ബസ്സിൽ വന്നാലും നമുക്ക് ഇതേ കണക്കത്തുള്ള ആർക്കും പോകാൻ പറ്റാത്ത വഴി കൂടെയൊക്കെ നമുക്ക് പോകാൻ പറ്റും കേട്ടോ. അല്ലാതെ ബൈക്കിലും കാറിലും വന്നവർക്ക് മാത്രം എല്ലായിടത്തും പോകാൻ പറ്റുമെന്നല്ല. നല്ലൊരു കിടിലം ഹെയർ പിന്നായിരുന്നു. വണ്ടി റിവേഴ്സ് എടുത്തെങ്കിലേ ഇത് തിരിയത്തുള്ളൂ കേട്ടോ. വണ്ടി റിവേഴ്സ് എടുക്കുക. റിവേഴ്സ് എടുത്തിട്ട് സെറ്റാക്കി വളച്ചെടുത്ത്. പിന്നെ അല്ല, ഇത് കോഴി നിൽക്കുന്നൊക്കെ കാട്ടുകോഴി. കാട്ടുകോഴി കാട്ടുകോഴി. കാട്ടുകോഴി കാട്ടുകോഴി എന്നൊക്കെ നമ്മൾ ഓരോരുത്തരെ കളിയാക്കി വിളിക്കും. പക്ഷേ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്ന കാട്ടുകോഴിയെ. പോയി അതിൻ്റെ ഇടയിലോട്ട് പോയി. നല്ല കളർഫുള്ളായിട്ടുണ്ടായിരുന്നു ആ കോഴിയെ കാണാൻ. മലക്കിപ്പാറൈ ടീ എസ്റ്റേറ്റ് എന്ന് ടാറ്റയുടെ ഒരു ടീ എസ്റ്റേറ്റിൻ്റെ ബോർഡ് കണ്ട അവിടെ. മലക്കപ്പാറ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. ടീ എസ്റ്റേറ്റ്, ടാറ്റ ടീ എസ്റ്റേറ്റ് ആട്ടോ. ടാറ്റ ഫോട്ടോഷൂട്ട് നടക്കുക. ഫോട്ടോഷൂട്ടല്ല, ഒരു ക്യാമറ ആയിട്ട് വന്നിരിക്കുക. തകർപ്പൻ ഫോട്ടോ എടുക്കുക എന്ന് പറയാം. തകർപ്പൻ ഫോട്ടോസ്. ഫ്ലാഷൊക്കെ ഇട്ടെടുക്കുക നട്ടുച്ചയ്ക്ക്. അടിപൊളി കേട്ടോ. നല്ല പച്ച കളറിൽ കിടക്കുന്നത്. പച്ച കളറിൽ കടകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാടൻ സെറ്റപ്പ്. കൊച്ചു കൊച്ചു കടകളൊക്കെ ആയിട്ടുള്ള ചെറിയൊരു സ്ഥലം മലക്കപ്പാറ. ഇവിടുത്തെ മെയിൻ പലചരക്കടയത്. ആൾക്കാരൊക്കെ സാധനം മേടിക്കാൻ വേണ്ടി നിൽക്കുക. ഈ മഞ്ഞുള്ള സമയത്തൊക്കെ കിടിലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വെളുപ്പാങ്കാലത്തൊക്കെ ഉണ്ടല്ലോ, വെളുപ്പാങ്കാലത്തൊക്കെ ഇതുവഴിയൊക്കെ നടക്കാനൊക്കെ അടിപൊളിയായിരിക്കും. അതേത് ഡാമാ അത്? അപ്പർ ഷോളയാർ. അതാണ് തമിഴ്നാട്ടിലുള്ളത്. ഓ, ഷോളയാർ ഡാം തമിഴ്നാട്ടിലുള്ള ഡാമാണ് കാണുന്നത്. അവിടെ നമ്മൾ പോയിട്ടുണ്ട്, മുമ്പ് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതാ ഇവിടെ തേയിലത്തോട്ടത്തിലെ തൊഴിലാളികളെല്ലാം അവരുടെ ജോലി കഴിഞ്ഞിട്ട് തേയില ചാക്കിനകത്താക്കിയിരിക്കുക. തേയിലയുടെ ഇല അവിടുത്തെ പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുക. പോട്ടെന്ന് കൊള്ളാമല്ലേ? ഇതേ കണ്ടിട്ടുണ്ടോ? നമ്മൾ രാവിലെ ചായ കുടിക്കുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവർ ചെയ്യുന്നതെന്ന്? എന്നാതുള്ളടാ അതുള്ളതല്ലേ. ചെക്ക് പോസ്റ്റ് അല്ലേ? ഓ, ഇവിടം വരെ ഉള്ളു വണ്ടി. നമ്മുടെ വണ്ടി ഇവിടം വരെ ഉള്ളു. ഇതാ ചെക്ക് പോസ്റ്റാ, തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റായി കാണുന്ന. നമ്മൾ വന്ന ബസ്സാട്ടാ പോന്ന. അവരവിടെ പോയി തിരിച്ചിട്ട് വരും. തിരിച്ചിട്ട് 12:45 ഇവിടെ വരും. ഇത് അവിടെ നിന്ന് അങ്ങോട്ട് തമിഴ്നാടാണ്. പൊള്ളാച്ചി ഇവിടെ നിന്ന് 82 കിലോമീറ്ററാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് സെയിം ദൂരമാണ് നമ്മുടെ ചാലക്കുടിയിലോട്ട് പോകാനും 80 കിലോമീറ്റർ, പൊള്ളാച്ചിയിലോട്ട് പോകാനും 80 കിലോമീറ്റർ. വാൽപ്പാറ വഴിയാണ് പോകുന്നത്. റൂംസിൻ്റെ നമ്പരൊക്കെ ഉണ്ട്. 7598562535 9487787072. 2 നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നല്ല കാണുന്ന രീതി എഴുതിയിരിക്കുന്നുണ്ടേ, വ്യക്തമായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറുക. തമിഴ്നാട് ചെക്ക് പോസ്റ്റ്. വേറൊന്നുമല്ല, നമ്മുടെ വണ്ടി അവിടെ ഇട്ടിരിക്കുക. അപ്പോഴേ അവിടെ നമുക്ക് ജസ്റ്റ് സമയമൊക്കെ ചോദിക്കാം. അവർ ഫുഡ് കഴിക്കാമെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വരുന്ന ഫുൾ ഡീറ്റെയിൽസേ, വണ്ടി തിരിച്ചുള്ള വണ്ടിയും എല്ലാം ഒന്ന് ചോദിച്ചു നോക്കാം. ഇതിങ്ങോട്ട് വരുന്ന വണ്ടിയുടെ സമയമൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് രാവിലെ ചാലക്കുടിയിൽ നിന്ന് ഫസ്റ്റ് ട്രിപ്പ് എത്ര മണിക്കാണ്? 7:50. ഈ ഇപ്പം നമ്മൾ വന്ന വണ്ടി 12 മണിക്ക് ഇവിടെ എത്തും. പിന്നെ അത് കഴിഞ്ഞാൽ 12:30. 12:30 എടുക്കുന്നത് ഇവിടെ 4 മണിയാകുമ്പോൾ എത്തുമായിരിക്കും അല്ലേ? 4:30 എത്തും. ഓക്കെ. പിന്നെ അതിനുശേഷം 3:10 അവിടെ നിന്ന് എടുക്കുന്ന ഇവിടെ ഒരു 7 മണിക്ക് എത്തും. അതായത് ലാസ്റ്റ് വണ്ടിയാ. പിന്നെ 5:10 9 മണിക്ക് എത്തും അല്ലേ? ഓക്കെ. ഈ ഏതാ 3 മണിക്ക് വരുന്നതും 5 മണിക്ക് വരുന്ന വണ്ടി ഇവിടെ സ്റ്റേ അല്ലേ?
ഓക്കെ, അപ്പം നമുക്ക് 5 മണിക്ക് വന്ന് ഇവിടെ രാത്രി 9 മണിക്ക് എത്തുമ്പോൾ ഇവിടെ ഫുഡൊക്കെ കിട്ടുമോ? രാത്രി ഹോട്ടലൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, പിന്നെ ഇവിടെ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് ലാസ്റ്റ് 5 മണി വരെ അല്ലേ? 5:10 വരെ, വൈകിട്ട് ഇവിടെ നിന്ന് 5:10 വരെ. അത് അവിടുത്തെ അതേ സെയിം ടൈം ഷെഡ്യൂൾ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടും. ഓക്കെ, അവിടെ നിന്ന് വരുന്നത് തിരിച്ച് അവിടെ നിന്ന് വരുന്ന അതേ സമയത്ത് തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫസ്റ്റ് ട്രിപ്പായിട്ട് പോകും. ഓക്കെ, അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിയണമെന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോ വരുമ്പോ 2 വണ്ടി കടന്നു പോകുന്നുണ്ടല്ലേ? അത് പറഞ്ഞാൽ ഇവിടുന്ന് 7 മണിക്ക് എടുക്കുന്നു അല്ലേ? ഇവിടുന്ന് പറഞ്ഞാൽ 7:10 8 മണിക്ക്. ഓ, ഇവിടെ നിന്ന് രാവിലെ 7:10 സ്റ്റേ ഉള്ളതല്ലേ? അപ്പൊ ആ വണ്ടികൾ രാവിലെ 7 മണിക്കും 8 മണിക്കും. ഓക്കെ, രാവിലെ 7 മണിക്കും 8 മണിക്കും. ഓക്കെ, ശരി. എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബസ്സിലെ ഡ്രൈവർമാരും അല്ലേ, അവർ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. കാര്യം നമ്മൾ വീഡിയോ എടുക്കാനാണെങ്കിലും നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാനാണെങ്കിലും അവർ ഭയങ്കര സപ്പോർട്ടാണ്. കാര്യം ഞാൻ ചോദിച്ചേ ആനയെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചേട്ടാ. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ഭാഗ്യം ഉണ്ടായി കാണാമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓരോ കാര്യങ്ങളൊക്കെ കാണുന്ന ട്രിപ്പ് എൻജോയ് ചെയ്യുക. കാര്യം ഈ ഇടയ്ക്ക് നിർത്തിയിട്ട് ആ ഡാമും ഒക്കെ കാണിച്ചു തന്നു. ആ വെള്ളച്ചാട്ടം അല്ലല്ലോ, മറ്റേ ഡാമിൽ വെള്ളം കെട്ടി കിടക്കുമല്ലോ, അതെല്ലാം കാണിച്ചു തരാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് അവർക്ക്. സത്യം പറഞ്ഞാൽ അവരും താല്പര്യത്തോടായി ജോലി ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വേറെ ഒരു സ്റ്റേറ്റിലെ ബസ്സിലും ആൾക്കാർ ഇത്ര സപ്പോർട്ട് കാണത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നമ്മുടെ KSRTC ആണ് ഏറ്റവും നല്ല കിടിലൻ ട്രിപ്പായിരുന്നു അല്ലേ? സൂപ്പർ ട്രിപ്പായിരുന്നു. അതാ ഞാൻ ഇതിനപ്പുറത്ത് വരെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ചെക്ക് പോസ്റ്റിൻ്റെ തൊട്ടപ്പുറത്ത് വരെ വന്നിട്ടുണ്ട്. ഷോളയാർ ഡാം എന്ന് പറഞ്ഞ സ്ഥലം വരെ വന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ പിൻ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് എന്നൊക്കെ വരുന്നു പറയുമ്പോൾ. ശരി.